ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഒരു 2-3 മാസമായി കാണാം നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പുതിയ അപ്ഡേറ്റ്സ്, ഞങ്ങളിപ്പോൾ എവിടെയാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം. ഞങ്ങൾ UK-ലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇച്ചാൻ NHS-ലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു കെയർ ഹോമിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് രണ്ടുപേരും ഞങ്ങളവിടുന്ന് റിസൈൻ ചെയ്തു. ഇച്ചായന് വേറൊരു ജോലി കിട്ടി. അപ്പം ഞങ്ങൾ മാറി വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. മെൽബൺ എന്ന് പറഞ്ഞ ഇതിൽ പ്രോപ്പർ മെൽബൺ അല്ല നമ്മളുള്ളത്. മെൽബണിൽ ഇച്ചുക്ക എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിറ്റിയിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇച്ചുക്കൽ പുതിയ വിശേഷങ്ങളും നമ്മളെങ്ങനെ ഇച്ചുക്കലെത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ പറയുന്നത്. ഇപ്പോൾ ഗൈസ്, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇച്ചുക്കയിലെത്തിയിട്ട് ഒരു 2 ആഴ്ചയൊക്കെയാണ്. നമ്മൾ മെയ് 20-ാം തീയതിയാണ് കേട്ടോ ഇച്ചുക്കയിലെത്തിയത്. ഇച്ചുക്ക എന്ന് പറയുന്നത് മെൽബൺ, അതായത് വിക്ടോറിയ സ്റ്റേറ്റിൻ്റെയും ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിൻ്റെയും ബോർഡറിലാണ് ഇരിക്കുന്നത്. നമുക്ക് മെൽബണിൽ നിന്ന് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എത്തി, ഈ പ്രോസസ്സിങ് എങ്ങനെ നടന്നു, ഇതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇനി വരുന്നവർക്ക് എങ്ങനെയാണ് അത്, ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു, ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യണോ അല്ല മൂവ് ചെയ്യേണ്ട, ഓസ്ട്രേലിയ UK നമ്മുടെ ഡിഫറൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓസ്ട്രേലിയക്ക് പോയിട്ട് പോരെ ഈ കമ്പാരിസൺ ചെയ്യുന്നത്, ഓസ്ട്രേലിയ ചെന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തി. അപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടൊരു 3 ആഴ്ച 4 ആഴ്ച 1 മാസം ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്രയും നാളത്തുള്ള എക്സ്പീരിയൻസ് പറയാം എന്നോർത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അല്ലേ. അതെ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ UK-ൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ട്. നമ്മൾ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടും കെയർ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ 1-2 ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഒത്തിരി വീഡിയോസിൽ അടിയിൽ കമൻസ് വരുന്നുണ്ട്, എങ്ങനെയാണ് കെയർ ഹോം ജോലിക്ക് വരിക, അതല്ല ഇൻ്റർവ്യൂ എവിടെയാണ്, നാട്ടിൽ നിന്ന് വരാൻ പറ്റും, നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാവോ, ഏജൻസിയുടെ പേര് പറയാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളവിടെ ഇപ്പോൾ അവിടെ അറ്റ് പ്രസൻറ്റ് നമ്മൾ UK-ലല്ല ഉള്ളത്. പക്ഷേ എന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ UK-ലാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ഏജൻസിയുടെ പേര് ഞങ്ങൾ പറഞ്ഞു തരുന്നതല്ല, അതല്ല ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കെയർ ഹോമിൻ്റെ പേരോ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം നമുക്കത് ലീഗലി അത് പോസിബിൾ അല്ല. നമുക്കത് തരാനുള്ള ഒരു ലീഗലി നമുക്കതിനുള്ള അധികാരമില്ല. അവിടുത്തെ ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടില്ല. അതല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ലീഗലല്ല. കാരണം നമ്മൾ അത് പറഞ്ഞു തന്നിട്ട് നാളെ ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ തന്നെ റിസ്കിൽ അത് ഏറ്റെടുത്തോളാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, നമ്മളെ കൊണ്ട് സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡൗട്ട്സുകളുണ്ടെങ്കിൽ നമുക്കത് സോർട്ട് ചെയ്ത് തരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ ഇമിഗ്രേഷൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏജൻസികളെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ആൻസറബിൾ അല്ല, നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് എങ്ങനെ എത്തിയെന്ന് നോക്കാം. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് PR വിസയിലാണ്. 186 PR, അതായത് ഈ ഓസ്ട്രേലിയയിലേക്ക് പ്രോസസ്സ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും 186 PR എന്താണെന്നുള്ളത്. എംപ്ലോയർ സ്പോൺസേർഡ് PR വിസയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എനിക്കിവിടെ ഞാൻ നേഴ്സാണ്. അപ്പോൾ എനിക്കിവിടെ ഓൾറെഡി നേഴ്സായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവർ PR സ്പോൺസർ ചെയ്തു. അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വൈഫിനും PR കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ അതിന് മുന്നേ നാട്ടിൽ പോയിരുന്നു 1-2 മാസം. നാട്ടിൽ പോയി നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് വെക്കേഷനൊക്കെ പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു 2-3 മാസത്തെ ഗ്യാപ്പ് ശരിക്കും വന്നതല്ലേ. നമുക്ക് നമ്മുടേതായിട്ട് ഒരു ലൈഫിൽ അങ്ങോട്ട് ബിസി ആയിപ്പോയി കുറച്ച് നാൾ. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് നമ്മൾ മെയ് 20-ാം തീയതിയാണ്. ഞങ്ങൾ എയർ ഇന്ത്യക്കാണ് വന്നത്. ഇതുപോലെ ദുരിതം പിടിച്ച യാത്ര ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു എയർ ഇന്ത്യക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുക അല്ലാണ്ട് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രം നമ്മൾ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുത്തല്ലേ. അതെ, എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കാനുള്ള റീസൺ ഒന്ന് നമ്മുടെ ട്രാവലിംഗ് ടൈമാണ്. നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രാവലിംഗ് ടൈമിലായിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അവിടുന്ന് ചാർട്ട് ചെയ്തതും ഇവിടെ ലാൻഡ് ചെയ്യുന്നതും. അതെ, അവിടുന്ന് മോർണിംഗ് കയറി ഇവിടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരുന്ന രീതിയിൽ ഒരു കൊച്ചി ടു ഡൽഹി ടു മെൽബൺ കളക്ഷൻ ആയിരുന്നു. അത് രണ്ടാമത്തെ കാര്യം, ലഗേജ്. നമുക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടൊക്കെയാണ് എയർ ഇന്ത്യ ബുക്ക് ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഇന്ത്യക്ക് 30 കിലോ ബാഗേജ് അലവൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല അല്ലേ. എയർ ഇന്ത്യ ടിക്കറ്റ് കമ്പാരിറ്റീവ്ലി ചീപ്പാണെന്ന് ചോദിച്ചാൽ അല്ല. മറ്റുള്ള സിംഗപ്പൂർ എയർലൈൻസ് പോലെയൊക്കെ സെയിം റേറ്റിലൊക്കെയാണ് വരുന്നത്.
നമ്മളെ ലഗേജും ടൈമും മാത്രം നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ എയർ ഇന്ത്യ ഇത്തവണ. പക്ഷെ നമ്മൾ ഇനി ഒരിക്കലും എയർ ഇന്ത്യ ബുക്ക് ചെയ്ത് ട്രാവൽ ഇനിയൊരു ഒരവസ്ഥയിലും എയർ ഇന്ത്യ ബുക്ക് ചെയ്യും എന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഒരു ഗതികെട്ടൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കയറിയാലേ ഉള്ളൂ. എന്നാലും പരമാവധി കയറാതിരിക്കാൻ വേണ്ടി നോക്കും. കാരണം ഞങ്ങൾക്ക് ഡൽഹി കണക്ഷൻ ആയിരുന്നു. ഡൽഹിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ട് വൈകുന്നേരം 4:30-5 മണി വരെ ഫ്ലൈറ്റിനകത്ത് ഇരുത്തി. 2:30-ക്കായിരുന്നു ഫ്ലൈയിങ് ടൈം. പക്ഷേ ഫ്ലൈറ്റിൻ്റെ റൈറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് AC ഉണ്ടായിരുന്നില്ല. ഈ ചൂടത്ത് ഡൽഹിയിലെ 43 ഡിഗ്രി ചൂട് അതിനകത്ത് ഇരുന്ന് വെള്ളം പോലും തരാതെ 2.5-3 മണിക്കൂർ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് നരകിച്ചിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ആൾക്കാർ ബഹളവും ഉണ്ടാക്കി, പുറത്ത് മീഡിയക്കാരെ വിളിച്ച് ഇൻഫോം ചെയ്തു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി. ക്യാപ്റ്റനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അപ്പം ക്യാപ്റ്റൻ ഫ്ലൈറ്റ് പൊങ്ങിയതിന് ശേഷം തിരിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി, അങ്ങനെ പല പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ഇത്രയും ഒരു അൺപ്രൊഫഷണലി ബിഹേവ് ചെയ്യുന്ന ഒരു ക്രൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എയർ ഇന്ത്യ എന്നല്ലാതെ. നമുക്ക് ഈ എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ടിക്കറ്റ് എടുത്ത നമ്മളാണ് ശരിക്കും മണ്ടന്മാർ. ഇനിയിപ്പോൾ എയർ ഇന്ത്യക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. 1-2 മണിക്കൂർ ഫ്ലൈൻ ടൈം കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സമാധാനത്തോടെ വന്ന് ട്രാവൽ ചെയ്യാം. നമുക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, നമ്മളിവിടെ എത്തുമോ അതോ നമ്മളെ വഴിക്ക് ഇറക്കുമോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം നമ്മൾ അവിടുന്ന് കയറുമ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം നമ്മളിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇവരുടെ ഈ കാരണങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഇതെല്ലാം ക്യാൻസലായി പോകുന്ന ഒരു അവസ്ഥ. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് എല്ലാം അനുകൂലമായിട്ട് വന്നു ലാസ്റ്റ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, മോർണിംഗ് തന്നെ ഇവിടെ ലാൻഡ് ചെയ്തു, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. ഒരു 2 മണിക്കൂർ ലേറ്റ് ആയി അല്ലേ, 2 മണിക്കൂർ ഡിലേ ആയി. പക്ഷെ നമ്മള് സേഫ് ആയിട്ട് എത്തി. അവർക്ക് അവരുടെ എഞ്ചിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ലായിരുന്നു. ഒരു ഉറപ്പില്ലാതെയാണ് പറന്നതെന്നാണ് ക്യാപ്റ്റന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷെ അത് അങ്ങനെ പറക്കാൻ പറ്റില്ല, ലീഗലി അത് പോസിബിൾ അല്ലാതെ നമുക്കറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾക്കൊരു ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ലഗേജ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസ്, ഫുഡ് ഐറ്റംസ് അതുപോലുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഒരു ഫോമുണ്ട്. ആ ഫോമിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി സെക്യൂരിറ്റി ചെക്കിങ്ങിലൂടെയൊക്കെ കടന്നു പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് റിസ്ക്കാണ്. ഈവൻ കാലിൻ്റെ അടിയിലെ മണ്ണ് പോലും അവർ നോക്കുന്നുണ്ട്. അതായത് നിങ്ങൾ യൂസ് ചെയ്ത ഷൂസ് എത്ര, യൂസ് ചെയ്യാത്ത ഷൂസ് എത്ര എന്നുള്ള കണക്ക് വരെ അവർ ചോദിക്കുന്നുണ്ട്. കാരണം ഇതൊരു ഐലൻഡാണ്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആയതുകൊണ്ട് അവർക്ക് പുറത്തു നിന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഒരു കൾച്ചറിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇക്കോസിസ്റ്റത്തിനെ അത് ബാധിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത്. അപ്പോൾ വരുന്നവർ അതൊന്ന് സൂക്ഷിക്കുക. ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കാർ റെൻ്റലെടുത്തിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിലോട്ട് വന്നത്. നമ്മൾ Airbnb ആണ് ബുക്ക് ചെയ്തത്. കാരണം നമുക്കിവിടെ വന്ന് 1 മാസത്തേക്കുള്ള Airbnb ബുക്ക് ചെയ്തു. കാരണം നമുക്ക് 1 മന്തിലുള്ള അക്കോമഡേഷൻ അവർ ഹോസ്പിറ്റലുകാർ നമുക്ക് പേ ചെയ്യും. നമുക്ക് PR തന്ന ഹോസ്പിറ്റലുകാർ നമുക്ക് പേ ചെയ്യും. സോ ഞങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് അല്ലായിരുന്നു. കാരണം ഇവിടെ 1 മാസത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇവിടെ വീട് കണ്ടുപിടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു വന്നത്. ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി ടാക്സി വിളിക്കുന്നതിനേക്കാൾ ലാഭമാണല്ലേ നമുക്ക് റെന്റ് കാർ ചെയ്യുന്നത്. നമ്മൾ കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്ര ലഗേജ് ആണോ നമുക്ക് ലഗേജ് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് നമ്മുടെ അക്കോമഡേഷൻ അവിടെയാണോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ടാക്സിയൊക്കെ വിളിച്ച് പോകുമ്പോൾ നമുക്ക് സ്ഥലങ്ങൾ അറിയത്തില്ല, നമ്മുടെ എന്താ പറയുക സമയം, കാര്യങ്ങൾ, റൂട്ട്, ഇതൊന്നും നമ്മൾ ബോധേഡായിരിക്കത്തില്ല. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ നമ്മൾ പഠിച്ച് ഓർഗനൈസ് ചെയ്ത് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഞങ്ങൾ UK നിന്ന് കാർ റെന്റിന് എടുക്കുമ്പോൾ എന്റർപ്രൈസസ് കമ്പനി വഴിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോഴും അതുപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നും കാർ റെന്റിന് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, ലീഗൽ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളത് നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഡ്രൈവ്. റോഡ് കാര്യങ്ങളൊക്കെ വളരെ വിജനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പോൾ ഇവിടെ ആകെ ഒരു കുതിരവണ്ടി, ഒരു പുഴയും ഒരു കടയും മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ ഓസ്ട്രേലിയൻ വ്ളോഗ്സ് കണ്ടിട്ടുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ചില്ലായിരുന്നു, മറ്റുള്ള സ്ഥലത്തെക്കുറിച്ച്, ഓസ്ട്രേലിയൻ റീജിയണൽ ഏരിയ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അവർ പറയുന്നത് റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ടൗണൊക്കെ പോകണമെങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്യണം എന്നൊക്കെയാണ്. സാധനം മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ യാത്ര ചെയ്ത് പോകണം എന്നൊക്കെ ഒത്തിരി വ്ളോഗുകൾ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു അവസ്ഥ മനസ്സിലായത്. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. നമ്മൾ പല വ്ളോഗുകളും പല വീഡിയോസൊക്കെ കാണുമ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ ഞങ്ങൾക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു, നമ്മൾ പോകുന്നത് ഒരു അബദ്ധമായി പോവോ, ഒരബദ്ധമാണോ, അതല്ല നമ്മൾ പോകുന്നത് ഒരു അട്ടപ്പാടി പോലെ, അട്ടപ്പാടിയെ കളിയാക്കുന്നതല്ല, അതുപോലൊരു ഒട്ടും ആൾ താമസം ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ടാണോ പോകുന്നത് എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ വിചാരിച്ച് വന്നതിനെക്കാട്ടിൽ ഒരുപാട് നല്ല സ്ഥലമാണ്. ഞങ്ങൾക്കാണെങ്കിൽ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ ഭയങ്കര വില്ലേജ് ഏരിയ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ മനസ്സിലൊരു വില്ലേജ് ഏരിയ എന്നൊക്കെ പറഞ്ഞെന്താ, നമ്മൾ UK വില്ലേജ് ഏരിയ ആണ് എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം UK ഒത്തിരി വില്ലേജ് ഏരിയകൾ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ വില്ലേജ് ഏരിയ എന്ന് പറയുന്നത്. UK വില്ലേജ് ഏരിയ എന്ന് പറഞ്ഞ് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ലല്ലോ. നമ്മുടെ UK ചെറിയ ചെറിയ സിറ്റീസ് ഉണ്ടാവുമല്ലോ, വലിയ സിറ്റി സെന്ററുകളല്ലാണ്ട് ചെറിയ സിറ്റി സെന്റർ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ വില്ലേജ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ റീലൊക്കേറ്റ് ചെയ്ത് വന്നതിൽ. അപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരോടും പാസ് ചെയ്യണം തോന്നും. കാരണം ഇനി വരാനിരിക്കുന്നവർക്കാണെങ്കിലും ഇനിയിപ്പം സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇനി നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ ഇനിയിപ്പം ഓരോരുത്തർ പോകുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ വന്ന സ്ഥലം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. നമ്മൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആണ്. പക്ഷെ വിൻ്റർ ആണെങ്കിലും UK പോലെ അല്ല, ഒരു മൂടിയ കാലാവസ്ഥയോ കാര്യങ്ങളൊന്നുമല്ല. നല്ല വെയിലും, പകൽ നല്ല വെയിലും എന്നാൽ രാത്രി നല്ല തണുപ്പുള്ള ഒരു വിൻ്ററാണ്. നമുക്ക് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വിൻ്ററാണ്. പിന്നെ അങ്ങനെ എപ്പോഴും മഴയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ UK നിന്ന് ഇറങ്ങി വന്നവിടെ നീ UK കുറ്റപ്പെടുത്തി വീഡിയോ ഇടുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തി വീഡിയോ ഇടുന്നതൊന്നുമല്ല. ഞങ്ങൾ UK എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ ജോലി ചെയ്തത്. അല്ലാതെ അവിടെ വെറുത്ത് കഴിഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് വന്നത്. ഓസ്ട്രേലിയയിലോട്ട് വരിക എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ടുള്ള എൻ്റെ ചോയ്സാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ആഗ്രഹമായിരുന്നു ഓസ്ട്രേലിയക്ക് വരിക എന്നുള്ളത്. ആ ഒറ്റ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വന്നത്. നമ്മൾ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് അതിനുവേണ്ടി അധ്വാനിച്ചിട്ട് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ, അതിനുവേണ്ടിയാണ് ഓസ്ട്രേലിയയിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളിവിടെ എത്തി ജോലിക്ക് കയറി. അപ്പോൾ ജോലിയെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ വേറെ വീഡിയോസിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാറന്റൈൻ ചെയ്യുക, നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ Airbnb ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ UK ആണെങ്കിൽ ഒന്നും അറിയുന്നില്ല, നമ്മൾ വന്നവിടെ BRP കാർഡും മേടിച്ച് ജോലിക്ക് കയറുക. പക്ഷേ ഇവിടെ അങ്ങനെ ജോലിക്ക് നമുക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. നമ്മളിവിടെ രാജ്യത്ത് എത്തി എന്നുള്ളതിൻ്റെ നമുക്ക് അഡ്രസ് പ്രൂഫ് ആക്കണം. നമ്മുടെ സ്വന്തം പേരിൽ നമുക്കൊരു അഡ്രസ്സ് വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് ഇവിടെ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല, വീട് നോക്കി തരാൻ ആരും ഉണ്ടായിരുന്നില്ല, തൽക്കാലത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്കെങ്കിലും ഒരു Airbnb ബുക്ക് ചെയ്തിട്ട് വരിക. ഒന്നാടെ ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ബാങ്കിൽ നിന്ന് വരുന്ന ലെറ്ററാണ് നിങ്ങളുടെ ഫസ്റ്റ് അഡ്രസ് പ്രൂഫ്. അത് കഴിഞ്ഞ് മെഡിക്കെയർ ചെയ്യാനുണ്ട്, പോലീസ് ചെക്ക് ചെയ്യാനുണ്ട്, ഇങ്ങനെ പിന്നെ TFN ടാക്സ് ഫയൽ നമ്പർ ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് ജോലിക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ആഴ്ച സമയം എടുത്തു. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാൻ പറ്റും. നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ജോലിക്ക് ജോയിനിങ് ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് വേണം. എന്നാലേ നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ട് ജോയിൻ ചെയ്യാം, സമാധാനത്തോടു കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും സിം നമ്മൾ ഉപയോഗിക്കുന്ന സിം ഇന്റർനാഷണൽ റോമിങ് ചെയ്തിട്ട് ഇവിടെ വന്ന ഉടനെ തന്നെ ഏതെങ്കിലും ഒരു സിം എടുക്കുക ആദ്യം. അപ്പം നിങ്ങൾക്ക് സിമ്മിനെ പറ്റി കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു പൈസയുടെ സിം എടുത്ത് ഉപയോഗിച്ച് നോക്കുക. പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്ത് നമുക്ക് ഓഫറുകളൊക്കെ നോക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മളിവിടെ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് UK പോലെ ഒരു വ്യൂയിങ്ങിന് പോയി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീടിന് നമുക്ക് ആ വീട് കിട്ടും. 2-3 വ്യൂയിങ് കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് നമുക്ക് ആ വീട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. നമുക്ക് ചോയ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ ചോയ്സ് എന്ന് പറയുന്നത് റിസ്ക് ആണല്ലേ. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കാലം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളിവിടെ വന്ന് കുറച്ച് നാളിനുള്ളിൽ നമുക്ക് വേഗം തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് നമ്മൾ മാറാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ ചോയ്സസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക്
ഇപ്പൊ രണ്ടാമതൊരു വീട് റെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റെന്റിംഗ് പീരീഡ് തീരുന്നതിന് മുന്നേ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീട് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ മാറുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് കിട്ടുന്ന വീട്ടിൽ കയറിക്കോളുക എന്നുള്ളത് മാത്രമല്ല. കാരണം നമുക്ക് അങ്ങനെ കയറിയില്ലെങ്കിൽ എയർബിഎൻബി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. എയർബിഎൻബി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ കോസ്റ്റാണ് ഭയങ്കര. കാരണം എയർബിഎൻബി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എയർബിഎൻബി കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു റേറ്റ് നമുക്ക് എയർബിഎൻബി കിട്ടുള്ളൂ. വീട് നോക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഓൺലൈൻ വഴി. അതൊരു വലിയൊരു പ്രോസസ്സാണ്. നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജോലിക്ക് NHS അല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയക്ക് വരാനുള്ള ഹോസ്പിറ്റലിൻ്റെ ബയോഡാറ്റ CV ഉണ്ടാക്കി കൊടുക്കുന്ന അതിന് പോലും ഇത്രയും സമയം എടുത്തിട്ടില്ല. അതിലും ഭീകരമായിട്ടുള്ള ഒരു സമയം എടുത്തു ഇതിന്റെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്തതിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേരോട് ഹെൽപ്പ് ചോദിച്ചു എങ്ങനെ ഫില്ല് ചെയ്യണം എന്നൊക്കെ. അപ്പം നമുക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് ആൻസർ ചെയ്യുമ്പോൾ പാർഷ്യലായിട്ടുള്ള ആൻസേഴ്സ് ആണ് കിട്ടുന്നത്. എല്ലാവരും മുഴുവനായിട്ട് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ കാരണം അവർ നേരത്തെ ചെയ്ത് മറന്നു പോയിട്ടുണ്ടാകാം. അതല്ല, ഇവർ ഈ സോഫ്റ്റ്വെയർ എപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും എപ്പോൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴും നമുക്ക് പുതിയൊരു സാധനം ഫില്ല് ചെയ്യുന്ന പോലെ തോന്നുന്നത്. അപ്പം നമ്മളത് ഫില്ല് ചെയ്യുക, നമ്മൾ കൂടെയുള്ളവർ ആഡ് ചെയ്യുക, റെഫറൻസ് കൊടുക്കുക, അതിന് റെഫറൻസ് കൊടുത്തിരിക്കുന്നതിന് റിപ്ലൈ വരിക, ഇതെല്ലാം വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ വ്യൂയിങ്ങിന് പോയിട്ട് ആ ഡേറ്റിന് തന്നെ വ്യൂയിങ്ങിന് പോകുക. എന്നിട്ട് ആ വീട് കിട്ടുമോ ഇല്ലയോ എന്ന് 2-3 ദിവസം വെയിറ്റ് ചെയ്യണം. അവരിങ്ങോട്ട് പറയും നിങ്ങൾ എലിജിബിൾ ആണ് എന്നുള്ളത്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എലിജിബിൾ ആണ്, അതുകൊണ്ട് എനിക്ക് ആ വീട് വേണം നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അവരിങ്ങോട്ട് പറയും ഓക്കെ നിങ്ങൾ എലിജിബിൾ ആണ്, സോ നിങ്ങൾക്ക് വീട് തരാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ. അപ്പം നമ്മളൊരു 4 വീടോളം കണ്ടിട്ടാണ് നമ്മളൊരു വീട്ടിലോട്ട് വന്നത്. അപ്പം നമ്മളിതുവരെ വീട്ടിലോട്ട് താമസം തുടങ്ങിയിട്ടില്ല. ഐ മീൻ റെന്റൽ ഹൗസ് ആണ്. എന്നാൽ പോലും നമ്മൾ അങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്ക് വീടിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ശരിക്കും വീട് റെഡിയായി. പക്ഷെ നമുക്ക് ഈ മാസം ഒരു പകുതി കഴിഞ്ഞിട്ടേ നമുക്ക് കീ കിട്ടുള്ളൂ. കീ കിട്ടണം. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചിടണം. അങ്ങനെ കുറച്ച് നമുക്ക് പരിപാടികളുണ്ട് വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഞങ്ങളിനി അതിൻ്റെ തിരക്കിലാണ് ഇനി അങ്ങോട്ട്. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തമായിട്ട് വണ്ടി വേണം. അപ്പോൾ UK നിന്ന് വരുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറേയും കൂടി ഈസിയാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾക്ക് 6 മാസത്തിനുള്ള 1 വർഷത്തിനുള്ള നിങ്ങൾ ലൈസൻസ് ഓസ്ട്രേലിയൻ ലൈസൻസ് എടുക്കണം. അതൊരു കുറച്ച് UK സംബന്ധിച്ച് കുറച്ചുകൂടി ഈസിയാണ് ഇവിടെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ അത്രയും തിരക്കോ റോഡൊക്കെ ഭയങ്കര എംറ്റി ആണ്. അത്രയും UK അത്രയും പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡ്രൈവിംഗ് കുറച്ചുകൂടി ഈസിയാണ് ഇവിടെ. സെയിം റൂള് തന്നെയാണ്, പക്ഷേ ഡ്രൈവിംഗ് കുറച്ചുകൂടി ഈസിയാണ്. UK ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു 1 മാസവും 3 മാസം സമയമോ 6 മാസം സമയത്തിലാണ് കൺവേർട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് കൺവേർട്ട് ചെയ്യൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് വണ്ടി മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ്, നിങ്ങൾ ഓസ്ട്രേലിയൻ ലൈസൻസ് വേണം. അത് ഞാൻ പറയാം, അത് വേറൊരു വീഡിയോ പറയാം. അങ്ങനെ അപ്പം ഒരു വണ്ടി മേടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കടമ്പയാണ്. അപ്പോൾ UK ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ദുബായ് ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാത്തവർ പുതിയ ലൈസൻസ് എടുക്കേണ്ടി വരും. ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വണ്ടി മേടിക്കാൻ പോയത് ഒരു വലിയ കഥ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ആ കഥ നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ വണ്ടി മേടിച്ചു, എന്ത് വണ്ടിയാണ് മേടിച്ചത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു, അതെല്ലാം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നു, ഞങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും അപ്ഡേഷൻസ്, കാര്യങ്ങൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടോപ്പിക്സ് അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ കൂടെ. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രോസസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്കത് പരിചയപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മെയിൽ ID-യിലോട്ട് മെയിൽ അയക്കാനാണ് പറയുന്നത്. കാരണം നമുക്ക് ആളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഫൈല്. കാരണം അത് പബ്ലിക്കിൽ നമുക്കത് ഒരിക്കലും അപ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വണ്ടി മേടിച്ച കഥകളുണ്ട്, പിന്നെ നമുക്കിനി പുതിയ വീട്ടിലോട്ട് കയറാൻ പോകുന്നതിൻ്റെ കഥകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോ, നല്ല കൊച്ചു വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.